ADGP MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരികയാണ്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, അച്ചടക്ക നടപടി എന്ന് വേണ്ട ഇതിനെ കാണാൻ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റുകയാണ്. സ്മൃതി, അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം സായുധ പോലീസ് സേനയുടെ മേധാവി പദവിയിൽ നിന്നാണ് ഇപ്പോൾ MR അജിത് കുമാർ ADGPയെ എക്സൈസിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസിൽ നിന്നും പൂർണ്ണമായും MR അജിത് കുമാറിനെ മാറ്റിക്കഴിഞ്ഞു. ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും MR അജിത് കുമാറിനെ മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയ സാഹചര്യം, അതിൽ ഹൈക്കോടതി ശക്തമായ വിമർശനം ഉയർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ എക്സൈസ് മേധാവിയായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന മഹിപാൽ യാദവ് എക്സൈസ് കമ്മീഷണർ അവധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എക്സൈസ് മേധാവി പദവിയിലേക്ക് ADGP MR അജിത് കുമാർ എത്തുന്നത്. ഏതായാലും നിർണായക നീക്കമാണ്. കാരണം അടുത്ത മാസം ആദ്യവാരം ഹൈക്കോടതി വീണ്ടും ഈ വിവാദ ട്രാക്ടർ യാത്ര ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ മാറ്റം അത് സർക്കാരിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു നടപടി എടുത്തെന്ന് സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അത് കൂടുതൽ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് വരാൻ ഇടയാക്കുമെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ FIR ഇടുമ്പോഴും അജിത് കുമാറിനെതിരെ എല്ലാ ട്രാക്ടർ ഓടിച്ച പോലീസുകാരനെതിരെയാണ്, അദ്ദേഹത്തിന്റെ പേര് മാത്രമാണ് ഈ FIR ഉണ്ടായിരുന്നത്. ഈ കോടതിയിൽ നിന്നുള്ള വിമർശനത്തിന് മറുപടി പറയേണ്ട ഘട്ടം വന്നു. ഇത് തീരുമാനം മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ട ഘട്ടം വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉത്തരവിറങ്ങി കഴിഞ്ഞു അല്ലേ? സ്മൃതി, ഇറങ്ങിക്കഴിഞ്ഞു. ഒന്ന്, സർക്കാരിന് മേലെ ശക്തമായ സമ്മർദ്ദമാണ്. കാരണം ADGP MR അജിത് കുമാർ നിയമം ലംഘിച്ചത് ഹൈക്കോടതി നിരീക്ഷിച്ചു. മാത്രവുമല്ല, പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ശബരിമലയിലെ ഹൈക്കോടതി ഉത്തരവ്, ആ ഉത്തരവിന്റെ ലംഘനമാണ് ട്രാക്ടർ യാത്ര. മാത്രവുമല്ല, സന്നിധാനത്ത് VIP ദർശനം ഏതാണ്ട് 5 മിനിറ്റിലേറെ. ഇത്തരം ചട്ടലംഘനങ്ങൾ കൃത്യമായി നടത്തിയാൽ നേരത്തെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ശബരിമലയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് മാതൃകാപരമായ നടപടി എടുക്കണമെന്ന നിർദ്ദേശമായിരുന്നു, അങ്ങനെ ഒരു ശുപാർശയായിരുന്നു പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നൽകിയത്. അത് പരിഗണിച്ചതിനെയാണ് സർക്കാർ ഇങ്ങനെ നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം ഹൈക്കോടതി ഇനി ഈ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യം സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാറ്റം, പോലീസ് സേനയിൽ നിന്നും പൂർണ്ണമായും MR അജിത് കുമാറിനെ മാറ്റിയെന്ന റിപ്പോർട്ട് അവിടെ എത്തും. സ്വാഭാവികമായും എക്സൈസിലേക്ക് പോവുകയാണ് ഇനി MR അജിത് കുമാർ. MR അജിത് കുമാറിനെതിരെ നിലവിൽ തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ പോലീസ് മേധാവി നടപടി ശുപാർശ നൽകിയിട്ടുണ്ട്. അത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന മുമ്പ് തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം, അത് പോലീസ് സേനയിൽ നിന്ന് തന്നെ പൂർണ്ണമായും മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ശരി, അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിന്റെ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. പോലീസിൽ നിന്നും മാറ്റി എക്സൈസിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്.